ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തോട് വിട പറയാനുള്ളവരാണ്. നമ്മളെല്ലാവരും മരിക്കാനുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വളരെ കൃത്യമായി പഠിപ്പിച്ചു. അല്ലാഹു തആല ഖുർആനിലൂടെ ആ കാര്യം ബോധ്യപ്പെടുത്തി. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാവരും മരിക്കാനുള്ളവരാണ്. അതിൽ വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ല, കുബേര കുചേല വ്യത്യാസമില്ല, പണക്കാരനെന്നോ അല്ലാത്തവനെന്നോ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാവരും മരിക്കാനുള്ളവരാണ്. മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുകയാണോ? അല്ല. നമുക്ക് മറ്റൊരു ജീവിതം വരാനുണ്ട്. അനന്തമായ, ശാശ്വതമായ, യഥാർത്ഥമായ ജീവിതം. അവിടേക്കാണ് നമ്മുടെ ഈ ലോകത്തുള്ള ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. ആ ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. അതാണ് അല്ലാഹു തആല മരിക്കുമെന്ന് പറഞ്ഞ ശേഷം പിന്നെ പറയുന്നത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ കൃത്യമായി നൽകപ്പെടുന്നതാ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് മരണശേഷം നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാകും. എല്ലാവരും, എല്ലാ സംഘടനക്കാർക്കുള്ളതാണ്. അല്ലാഹു തആല പറയാണ് പിന്നീട് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ കർമ്മഫലങ്ങൾ കൃത്യമായി നൽകപ്പെടുന്നതാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അന്ന് ആരാണോ വിജയിക്കുന്നത് അവനാണ് യഥാർത്ഥ വിജയം നേടിയവൻ. നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പരലോകത്ത് വിജയം നേടണം. എല്ലാവരുടെയും ആഗ്രഹം അതാണ്, എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് വിഷയം. ആ സ്വർഗം എന്ന് പറയുന്ന ലോകം നമുക്ക് നേടാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്ത് എന്ത് ചെയ്യണം, എന്ത് വിശ്വസിക്കണം? ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ്. ഏതെങ്കിലും സംഘടനക്കാർക്കുള്ള കാര്യമല്ല. എന്താ വിഷയം? ഏതൊരു രക്ഷിതാവാണോ സ്വർഗം സൃഷ്ടിച്ചത് ആ രക്ഷിതാവ് പറഞ്ഞ വഴിയിലൂടെ നീങ്ങിയാൽ മാത്രമേ ആ രക്ഷിതാവ് ഒരുക്കി വെച്ച സ്വർഗം നേടാൻ സാധിക്കുള്ളൂ. ഉറപ്പല്ലേ? നമുക്ക് ഒരു വലിയ പരീക്ഷ നടക്കാൻ പോകും. ആ പരീക്ഷയിൽ വിജയിക്കണം. എന്തു വേണം? ആ പരീക്ഷയുടെ ഒരു ബോഡിയുണ്ട്, ഒരു എക്സാമിനേഷൻ ബോർഡുണ്ട്, അവരുണ്ടാക്കിയ സിലബസ് ഉണ്ട്, അവരുടേതായ പ്രോട്ടോകോളുകളും നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട്. അപ്പൊ അവർ വെച്ച സിലബസിലെ പുസ്തകങ്ങൾ വായിച്ചു പഠിച്ച് അവർ പറഞ്ഞ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയാൽ, അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ നമ്മൾ ആ പരീക്ഷയിൽ വിജയിക്കും. ഒരു കുട്ടി കുറെ പുസ്തകങ്ങൾ വായിച്ചു, അവൻ പരീക്ഷ എഴുതി, പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു. അവൻ പറയാണ്, ഞാൻ കുറെ വായിച്ചിട്ടുണ്ടല്ലോ. വായിച്ചത് ശരിയാണ്, പക്ഷേ ഈ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അതിനുവേണ്ടി നിശ്ചയിച്ച സിലബസോ പുസ്തകമോ അല്ല അവൻ വായിച്ചത്. വേറെ കുറെ കട്ടിയും കനമുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു. അതോട് കാര്യം ഉണ്ടാവൂല. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എന്നതുപോലെ അല്ലാഹു തആല ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം സാധ്യമാകണമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് ആവശ്യമായ വിശ്വാസം എന്താണ്? ആ സ്വർഗത്തിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, ഇവിടത്തെ സമസ്തയിലെ പണ്ഡിതന്മാരല്ല, മുജാഹിദ് പ്രവർത്തകന്മാരുടെ പണ്ഡിതന്മാരല്ല, തബ്ലീഗി ജമാഅത്തിന്റെ പണ്ഡിതന്മാരല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിതന്മാരല്ല. പിന്നെ ആര് തീരുമാനിക്കണം? സ്വർഗം ഉണ്ടാക്കി വെച്ച അല്ലാഹ് പറയണം. ശരി, അല്ലാഹ് അത് പറഞ്ഞിട്ടുണ്ടോ? പരിശോധിക്കണം നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുമ്പോ അന്ന് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. എന്താ? فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ആദമേ, നിങ്ങൾ ഭൂമിയിലേക്ക് ചെല്ലണം. ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഭൂമിയിൽ നിങ്ങൾ പോയ ശേഷം എങ്ങനെയാ ജീവിക്കേണ്ടത്? فإما يأتينكم مني هدى, എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, കണ്ടോ, അല്ലാഹുവിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ആ ഹുദയെ ആര് പിൻപറ്റുന്നുവോ അവന് ഭയപ്പെടേണ്ടതില്ല, അവന് ദുഃഖിക്കേണ്ടതില്ല. സന്തോഷത്തിന് സ്വർഗം അവനുണ്ട്, ആനന്ദത്തിന് സ്വർഗം അവനുണ്ട്, സമാധാനത്തിന് സ്വർഗം അവനുണ്ട്.
അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി പേടിയില്ലാത്ത ദുഃഖമില്ലാത്ത പ്രയാസമില്ലാത്ത ജീവിതം നിനക്ക് വേണോ? എന്ത് വേണം? ഫമൻ തബിഅ ഹുദായ, എന്റെ ഹുദയെ ആരാണോ പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ ദുഃഖിക്കേണ്ടതില്ല, അവന് പ്രയാസപ്പെടേണ്ടതില്ല. ആ ഹുദ ഞാനും നിങ്ങളൊക്കെ സ്വീകരിക്കണം. ആർക്കും സംശയമുണ്ടോ? ആർക്കും സംശയമില്ല, ഒരാൾക്കും തർക്കമില്ല. ആ ഹുദ നമ്മൾ സ്വീകരിക്കണം. എവിടുന്ന ഈ ഹുദ കിട്ടുക? ആ ഹുദ ഉണ്ടാക്കേണ്ടത് മഹല്ല് കമ്മിറ്റിയല്ല, കേരള നദുവത്തുൽ മുജാഹിദിന്റെ ഓഫീസിൽ നിന്നല്ല, അല്ലെങ്കിൽ മർക്കസിൽ നിന്നല്ല, ചേളാരിയിൽ നിന്നല്ല, കോഴിക്കോട് സിഡി ടവറിൽ നിന്നല്ല, കോഴിക്കോട് മർക്കസ് ടവറിൽ നിന്നല്ല, എവിടുന്നും അല്ല. ഈ ഹുദ ഉണ്ടാക്കേണ്ടത് ഇവരാരുമല്ല, മറിച്ച് അല്ലാഹു തആല നമുക്ക് നൽകണം. അത് നൽകിയിട്ടുണ്ട്. അത് നൽകാനാണ് ലോകത്തേക്ക് അമ്പിയാക്കന്മാരെ കാലങ്ങളായി നിയോഗിച്ചു കൊണ്ടിരുന്നത്. ആ അമ്പിയാക്കന്മാരുടെ കൂടെ വേദഗ്രന്ഥങ്ങൾ അയച്ചത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഓരോ കാലഘട്ടങ്ങളിലേക്കും പ്രവാചകന്മാർ നിയോഗിച്ചത് ആ ഹുദ പഠിപ്പിക്കാനാണ്. ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങൾ ആ ഹുദ പഠിപ്പിക്കാനാണ്. ഒരു കാലഘട്ടത്തിലും സ്വന്തമായി ഉണ്ടാക്കേണ്ടതല്ല മതം, ഒരു കാലഘട്ടത്തിലും സ്വന്തമായി ഉണ്ടാക്കേണ്ടതല്ല വിശ്വാസങ്ങൾ, ഒരു കാലഘട്ടത്തിലും സ്വന്തമായി ഉണ്ടാക്കേണ്ടതല്ല ആശയ ആദർശങ്ങൾ. നേരെ മറിച്ച് സ്വർഗത്തിലേക്ക് ആവശ്യമായ എന്ത് വിശ്വാസവും പ്രവർത്തനവും ഉണ്ടോ അതെല്ലാം ലഭിക്കേണ്ടത് റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാന്റെ പക്കൽ നിന്നാണ്. അതാണ് ഹുദ. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല, എന്റെ ഹുദയെ പിൻപറ്റി കഴിഞ്ഞാൽ. ആ ഹുദയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഈ സമൂഹത്തെ സമുദ്ധരിച്ചു. ഏതാ ഖുർആൻ? എന്തിനാ ഖുർആൻ? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് സന്മാർഗ ദർശന ഗ്രന്ഥമായ ഖുർആൻ. ഉറപ്പാണല്ലോ ഖുർആൻ ഹുദയാണ് എന്ന്. ഖുർആനാണ് ഹുദ. ആ ഹുദ പഠിപ്പിക്കാൻ, ആ സന്മാർഗം പഠിപ്പിക്കാനാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ അല്ലാഹു തആല പറഞ്ഞത് ഖുർആനിലൂടെ അത് സ്വീകരിക്കണം. കാരണം ഖുർആനാണ് ഹുദ. അത് സ്വീകരിക്കാൻ അല്ലാഹ് പറഞ്ഞതുമാണ്. അത് പിൻപറ്റിയവനെ നാളെ പരലോകത്ത് സമാധാനത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണോ ഖുർആനിലുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്താണോ ഹദീസിലുള്ള വിശ്വാസം, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്താണോ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്താണോ ഹദീസ് പഠിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ദിവസേന 5 നേരം നമസ്കരിക്കുന്നു, അപ്പുറവും ഇപ്പുറവും സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു, ദുഹാ നമസ്കാരം നിർവഹിക്കുന്നു, തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുന്നു, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഒന്നുകിൽ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, അല്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പഠിപ്പിച്ചു. അപ്പൊ ഖുർആനിലും ഹദീസിലും എന്തുണ്ടോ അത് സ്വീകരിക്കൽ ലോകത്തുള്ള എല്ലാ മുഅ്മിനുകൾക്കും എല്ലാ ആളുകൾക്കും നിർബന്ധമായ അനിവാര്യമായ കാര്യമാണ്. കാരണം അതാണ് ഹുദ, അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി, അതാണ് സ്വർഗത്തിലേക്കുള്ള കയർ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, ഇതാ എന്റെ ചൊവ്വായ പാത. ഫത്തബിഊഹു, ആ പാതയെ നിങ്ങൾ പിൻപറ്റണം. ഫലാ തത്തബിഉസ് സുബുൽ, അതിനപ്പുറം ഒരുപാട് വഴികൾ കേരളത്തിൽ കാണാം, ഒരുപാട് വഴികൾ തമിഴ്നാട്ടിൽ കാണാം, ഒരുപാട് വഴികൾ ഇന്ത്യക്കകത്തും പുറത്തും കാണാം. ഒരു വഴി വേണ്ട. വഅന്ന ഹാദാ സിറാത്തി, ഇതാ എന്റെ മാർഗം. അല്ലാഹ് പറയാം, ഇതാ എന്റെ മാർഗം. ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുൽ, എന്റേതല്ലാത്ത മാർഗങ്ങൾ കാണുമ്പോ അതിനെ ഒന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. എങ്ങനെ സഹോദരങ്ങൾ അള്ളാന്റെ മാർഗം നമ്മൾ വേർതിരിക്കുക? അപ്പൊ നമ്മൾ ആകെ പ്രയാസത്തിലാണ്. സമസ്തയിലെ ഉസ്താദുമാര് പറയുന്നു ഇങ്ങനെയാണ്, മുജാഹിദുകൾ വന്നിട്ട് പറയുന്നു അങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആളെ നോക്കിക്കൊണ്ടല്ല, ഗ്രൂപ്പുകളെ നോക്കിക്കൊണ്ടല്ല, സംഘടനയെ ബേസ് ചെയ്തുകൊണ്ടുമല്ല. കാരണം നാളെ പരലോകത്തിൽ വിചാരണ ചെയ്യുമ്പോ മുജാഹിദുകളൊക്കെ മാറി നിൽക്കുക, സമസ്തക്കാരൊക്കെ ഇങ്ങോട്ട് നിൽക്കുക, തബ്ലീഗ് ജമാഅത്ത് വേറെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ല വിചാരണ. എന്താ ചോദ്യം? അല്ലാഹുവിന്റെ, നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചോ? അല്ലേ? നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ നിങ്ങൾ പിൻപറ്റിയോ? ആ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചോ? ആ പ്രവാചകൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയോ എന്നല്ലേ അള്ളാന്റെ ചോദ്യം. അതുകൊണ്ട് നമ്മൾ എന്ത് നോക്കിയാൽ മതി? പേര് നമുക്ക് സഹോദരങ്ങളെ എന്തുകൂടാ,
എന്ത് പേരൂടാ? പേരിൽ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പേരുകളൊക്കെ 1921 ശേഷം വന്ന പേരാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് വന്ന പേരാണ്. 1926 അത് രജിസ്റ്റർ ചെയ്യുന്നത്. കേരള ജമിയത്തുൽ ഉലമ മുജാഹിദുകളുടെ 1923 രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ ഓരോ സംഘടനകളും SSF അന്നില്ലല്ലോ, MSM, ISM, KNM ഇതൊന്നും അന്നില്ല. ഈ ഇംഗ്ലീഷ് പേരുകളൊന്നും അന്നില്ല. പിന്നെ എന്താ മാനദണ്ഡം? ഒരു ചെറിയൊരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരു ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കുറെ ഉപദേശങ്ങൾ നൽകി. ആ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതൊരു അവസാനത്തെ ഉപദേശമാണ് എന്ന്. അപ്പോൾ ഞങ്ങൾ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്ന ഹാദാ മൗഇലത്തു മുവദ്ദിഇൻ, ഇതൊരു വിട പറയുന്ന ആളുടെ ഉപദേശം പോലെയുണ്ടല്ലോ പ്രവാചകരെ. അതുകൊണ്ട് ഔസിനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് നിങ്ങൾ ചില ഉപദേശങ്ങൾ ഒന്നുകൂടി നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപദേശം ആവശ്യപ്പെട്ട സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, ഉപദേശം തരാം. എന്താ ഉപദേശം? ഒന്നാമത്തെ ഉപദേശം, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ, അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. ഹറാമുമായി ബന്ധമുണ്ടാകാൻ പാടില്ല, ഹറാമുകൾ കണ്ടുപോകാൻ പാടില്ല, ഹറാമുകൾ കേൾക്കാൻ പാടില്ല, ഹറാമ് സമ്പാദിക്കാൻ പാടില്ല, ഹറാമ് ഭക്ഷിക്കാൻ പാടില്ല. എല്ലാ നിലക്കും അല്ലാഹനെ സൂക്ഷിച്ച് തഖ്വയോട് കൂടിയുള്ള ജീവിതം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇനി ആ വാക്ക് ശരിക്കും ശ്രദ്ധിക്കുക, എനിക്ക് ശേഷം നിങ്ങൾ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോ ഒരുപാട് ഭിന്നതകൾ കാണും, ഒരുപാട് ഭിന്നതകൾ കാണും, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാവൂല എന്ന് എല്ലാവരും ഒരേപോലെ നടക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഒരൊറ്റ പെരെ തന്നെ ഉണ്ടാവും 5 തരക്കാര്. ഒരു തറവാട്ടിലുണ്ടാവും 3-4 വിഭാഗം. ഒരു മഹലിലുണ്ടാവും പലതരം. അതേ, നിങ്ങൾക്കിടയിൽ ഭിന്നതകൾ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പൊ എന്ത് ചെയ്യണം? അഭിപ്രായ വ്യത്യാസത്തിൽ രക്ഷ നേടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു അത് കേട്ടോളൂ എന്നാണോ? ഞാൻ സമസ്തക്കാരനാ, അതുകൊണ്ട് അവിടെ പറയുന്നത് എന്ത് അതേ കേൾക്കാവൂ എന്ന് പറഞ്ഞോ? ഇല്ല. ഞാൻ മുജാഹിദാണ്, അതുകൊണ്ട് അവിടെ പറയുന്നതേ കേൾക്കാവൂ എന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെ എന്താ പറഞ്ഞത്? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ ഫഅലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എനിക്ക് ശേഷമുള്ള ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ എന്താണോ വിശ്വാസമായി പഠിപ്പിച്ചത് അത് നിങ്ങൾ സ്വീകരിക്കണേ, ഞാൻ എന്താണോ കർമ്മമായി പഠിപ്പിച്ചത് അത് നിങ്ങൾ സ്വീകരിക്കണേ, എന്റെ സ്വഹാബത്ത് എന്താണോ വിശ്വാസമായി സ്വീകരിച്ചത് അത് നിങ്ങൾ സ്വീകരിക്കണേ, എന്റെ സ്വഹാബത്ത് എന്താണോ കർമ്മമായി പഠിപ്പിച്ചത് സ്വീകരിച്ചത് നിങ്ങളും സ്വീകരിക്കണേ. 2 കാര്യമാണ്. എന്റെ ചര്യയെ പിൻപറ്റണം, എന്റെ സ്വഹാബത്തിന്റെ ചര്യയെ പിൻപറ്റണം. സുഹൃത്തുക്കളെ, അവർക്ക് പറയുന്ന പേരാണ് സുന്നത്ത് ജമാഅത്ത്. എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെ. ജമാഅത്ത് എന്ന് പറഞ്ഞാലോ? എന്താ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നുണ്ട്. അസ്സുന്നത്തു മാ സന്നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചെയ്തതാ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വിശ്വസിച്ചതാ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാഅത്ത് എന്ന് പറഞ്ഞാലോ സ്വഹാബികൾ വിശ്വസിച്ചത്, സ്വഹാബികൾ ചെയ്തത്, സ്വഹാബികൾ പ്രവർത്തിച്ചത്. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ചര്യ. വ്യക്തമായല്ലോ? അതിനെ പിൻപറ്റുന്നവൻ എന്ത് പേര് പറയും? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയും. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ പ്രവാചകനും സ്വഹാബത്തും ചെയ്തതിനെ, പ്രവർത്തിച്ചതിനെ, പറഞ്ഞതിനെ, വിശ്വസിച്ചതിനെ സ്വീകരിക്കുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അപ്പൊ നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ, നമ്മളെ കുറിച്ച് ആ പേര് നമ്മൾ പറയുമ്പോൾ എന്തായിരിക്കണം എന്റെ വിശ്വാസം? പ്രവാചകന്റേത്. ആ പ്രവാചകൻ എന്ത് പറഞ്ഞു അതായിരിക്കണം. അതിലില്ലാത്തത് ഉണ്ടാകാൻ പാടില്ല. അതിന് ഇല്ലാത്തത് വന്നാൽ അതിന്റെ പേരെന്താണ്? അഹ്ലുൽ ബിദ്അത്തി, ബിദ്അത്തിന്റെ ആള്.
സാധാരണ കേട്ടിട്ടുണ്ടാകും വഹാബികൾ, മുജാഹിദുകൾ ബിദ്അത്തികളാണ്, ബിദ്അത്തിന്റെ ആളുകളാണ്. നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അഹ്ലുൽ ബിദ്അത്തി എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ ചെയ്തതിനപ്പുറം, പ്രവാചകൻ പറഞ്ഞതിനപ്പുറം, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതിനപ്പുറം, ഉള്ളതിനപ്പുറം പുതിയത് കൊണ്ടുവന്നാൽ ആ പുതിയത് ചെയ്യുന്ന ആളാണ് ബിദ്അഇ. അത് ചെയ്യുന്ന ആൾക്ക് അഹ്ലുൽ ബിദ്അത്തി എന്ന് പറയും. പ്രവാചകന്റെ സുന്നത്തിനെ ഉള്ളതിനെ മുറുകെ പിടിച്ചാലോ അവന് അഹ്ലു സുന്നത്തി എന്നും പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വിഷയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ നമ്മൾ പിന്തുടരണം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് നമ്മുടെ സുന്നി വോയിസാണ്. ഈ സുന്നി വോയിസിൽ ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്, 2016 ഇറങ്ങിയ സുന്നി വോയിസാണ്. ഇതൊരു ലേഖനമുണ്ട്. ആ ലേഖനം മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചാണ്. ആ മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഒരുപാട് ഉപദേശങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ 1-2 ഉപദേശങ്ങൾ കേട്ടോളൂ. ഇതാ അദ്ദേഹത്തിന്റെ പ്രഭാഷണ സമാഹാരങ്ങളായ അൽ ഫത്ഹുർ റബ്ബാനി, ഫുതുഹുൽ ഗൈബ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽപ്പെട്ട, അതേപോലെ അൽ ഗുനിയത്ത് എന്നിവയിൽ ബിദ്അത്തിനെ എതിരെയുള്ള ഉപദേശങ്ങൾ കാണാം. ഈ ലേഖനം എഴുതിയ സമസ്തയിലെ ഒരു ഉസ്താദ് എഴുതുകയാണ്, മുഹയ്യദ്ദീൻ ശൈഖിന്റെ കിതാബുകളിൽ ബിദ്അത്തിന് എതിരെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ കാണാം. ബിദ്അത്തിന്റെ ആളുകൾക്കോട് എങ്ങനെ സമീപിക്കണം എന്ന ഉപദേശങ്ങൾ മുഹയ്യദ്ദീൻ ശൈഖിന്റെ കിതാബിലുണ്ട്. എന്നിട്ടൊരു ഉദാഹരണം അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്, കേട്ടോളൂ. മുഹയ്യദ്ദീൻ ശൈഖ് പറയുകയാണ്, നിങ്ങൾ മുമ്പുള്ളതിനെ അനുധാവനം ചെയ്യുക. അനുധാവനം ചെയ്യാറിനെ പിൻപറ്റുക. മുമ്പുള്ളതിനെ നിങ്ങൾ പിൻപറ്റുക. പിന്നെയോ അനുസരിക്കേണ്ടവരെ അനുസരിക്കുക. പുതിയത് നിങ്ങൾ നിർമ്മിക്കരുത്. മുഹയ്യദ്ദീൻ ശൈഖിന്റെ ഉപദേശം നമ്മളതൊക്കെ അംഗീകരിക്കണം. കാരണം സുന്നി വോയിസിൽ വന്നൊരു ലേഖനം. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മുമ്പുള്ളവരെ പിൻപറ്റുക. ആരും മുമ്പുള്ളവര് വാപ്പി വല്യാപ്പി വല്യാപ്പാടെ വാപ്പിയൊന്നും അല്ല. സ്വഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ. എന്തേ കാരണം? ഖൈറുന്നാസി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമ തലമുറ സ്വഹാബികളുടേതാണ്. പിന്നെ താബിഈങ്ങളാ, പിന്നെ തബഉ താബിഈങ്ങളാ. അവരെ കുറിച്ചാണ് മുമ്പുള്ളവരെ പിൻപറ്റണമെന്ന് മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞത്. കേട്ടോളൂ, ശൈഖ് വീണ്ടും പറയുകയാണ്, മോനെ നീ നല്ലവരോടൊപ്പം കൂടണം. അള്ളാഹുവിന്റെ കിതാബിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും തണലിലായി നീ സഞ്ചരിക്കുക. എങ്കിൽ നീ വിജയിക്കും. ശരിയാണ്. മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഈ ഉപദേശം വളരെ കൃത്യമാണ്. നമ്മുടെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ മേഖലകളിലും ഈ ഉപദേശം നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. എന്താ പറയുന്നത്? മോനെ, വളരെ സ്നേഹത്തോടു കൂടി വിളിയാണ്, മോനെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തണലിൽ നീ ജീവിക്കണം. ആ തണൽ വിട്ട് പോകാൻ പാടില്ല. അവസാനത്തിൽ ആ ശൈഖ് വീണ്ടും പറയുകയാണ്, പ്രസിദ്ധ സ്വഹാബി വര്യൻ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ പിന്തുടരുക, പുതിയത് നിങ്ങൾ നിർമ്മിക്കരുത്. എങ്കിൽ നിങ്ങൾക്കത് മതി. അതിന് നിങ്ങൾ ഞങ്ങളുടെ വഴിയും വചനങ്ങളും പിന്തുടരുക. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് ശൈഖ് പറയാണ്. എന്താ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? നിങ്ങൾ പുതിയതുണ്ടാക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ സ്വഹാബത്തിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റണം. കൂടെയുള്ള താബിഈങ്ങളോട് ഈ സ്വഹാബി ഉപദേശിക്കുകയാണ്. ആ ഉപദേശം മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ എടുത്തു കൊടുക്കുകയാണ്. ആ കിതാബിൽ നിന്ന് നമ്മുടെ ഉസ്താദ് സെൻസിംഗിലും എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് ശൈഖ് പറയുന്നു, ഈ സ്വഹാബി പിന്നീട് പറയുകയാണ്, അപ്പോൾ നിങ്ങൾ വിജയത്തിന് വളരെയേറെ മുൻകടന്നവരായി തീരും. ഈ നിർദ്ദേശം നിങ്ങൾ തെറ്റിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ഗുരുതരമായ വഴികേടിൽ അകപ്പെട്ടു പോകും. എന്ന് പറഞ്ഞാൽ സ്വഹാബികളായ ഞങ്ങളുടെ മാർഗമുണ്ട്, സ്വഹാബികളായ ഞങ്ങളുടെ ജീവിത രീതിയുണ്ട്. ആ ജീവിത രീതികൾ നിങ്ങൾ സ്വീകരിക്കണം. അത് സ്വീകരിക്കാതെ പുതിയതിനെ നിങ്ങൾ സ്വീകരിക്കാൻ നിന്നാൽ, പുതിയതുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ നിന്നാൽ വളരെയധികം വിദൂരമായ നാശങ്ങളിലേക്ക് നിങ്ങൾ പോകും. എന്ത് മനസ്സിലായി? സ്വർഗം നമ്മുടെ ലക്ഷ്യമാണ്. സ്വർഗത്തിലേക്കൊരു വഴിയുണ്ട്. ആ വഴി ഖുർആനാണ്, ഹദീസാണ്. അതനുസരിച്ച് ജീവിച്ച ഒന്നാമത്തെ ഏറ്റവും നല്ല തലമുറയായ സ്വഹാബികളും താബിഈങ്ങളും തബഉ താബിഈങ്ങളുമാണ്.